ഹായ് ഫ്രണ്ട്സ്, തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ ഒരൊറ്റ ബ്ലൗസ് ഡിസൈൻ മതി നമുക്ക് ഏത് സൈസുകാർക്കും വിയർ ചെയ്യാനായിട്ട്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 മീറ്ററിലുള്ള ഒരു തുണിയാണ്. അത് നമുക്ക് നാലാക്കി മടക്കിയിട്ടുണ്ട്. ഫോൾഡഡ് സൈഡ് ഇവിടെയാണ്. ഇങ്ങനെയാണ് ലെങ്ത് വൈസ് എടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ലെങ്ത് വൈസ് എടുക്കുന്നത്. ഒരു 16.5 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത് വൈസ് എടുക്കുന്നത്. ചെസ്റ്റ് സൈസ് എടുക്കുന്നത് 50 ഇഞ്ച് ചെസ്റ്റ് സൈസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നാലാക്കി മടക്കുമ്പോൾ 12.5 ഇഞ്ചില് ഞാൻ എടുക്കുന്നത്. ആ 12.5 ഇഞ്ചില് നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ആണ്. ഷോൾഡർ ഞാനിവിടെ ഒരു 7.5 ഇഞ്ചിന് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിന്റെ ഈ മാർക്കിൽ നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ച് ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇവിടെ നമുക്ക് മടക്കി തുന്നേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി 1.5 ഇഞ്ചിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 5.5 ഇഞ്ചിലൊന്ന് മാർക്കിംഗ് കൊടുക്കാം. അത് നമുക്കൊന്ന് സ്ട്രൈറ്റ് ലൈൻ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഈ ഒരു ബ്ലൗസിനുള്ളത്. ഇത്ര മാത്രമേ ഇതിന് മാർക്കിംഗ് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെ, പിന്നെ ഈ ലൈനിൽ കൂടെ ഇങ്ങനെയും മാത്രമാണ്. ഇത്ര മാത്രമേ അതിന് കട്ടിങ് വരുന്നുള്ളൂ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണിത് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഹാൻഡ് എങ്ങനെ വെട്ടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ബാക്കി വരുന്ന ഈ പീസ് എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. കട്ട് ചെയ്ത് വെച്ച പീസ് ഷോൾഡറിൻ്റെ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വയ്ക്കുക. ഇത് ഈ കട്ടിങ് എവിടെയാണോ വരുന്നത് അതുവരെ നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇതേ അളവിൽ നമുക്ക് ഈ ഹാൻഡിൻ്റെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ ഹാൻഡിൻ്റെ കട്ടിങ്ങും ഹാൻഡിൻ്റെ അളവും ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം. ഞാനിപ്പോൾ ലെങ്ത് വൈസ് എടുക്കുന്നത് 7 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ലെങ്ത് വൈസ് എടുക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് 7 ഇഞ്ചിലാണ്. ഞാനപ്പോൾ 7 ഇഞ്ചിലാണ് ഞാൻ ഹാൻഡിൻ്റെ ഇറക്കം എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഫുൾ ലെങ്ത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു 1.5 ഇഞ്ച് ഒക്കെ തുണി ഉണ്ടെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ മെറ്റീരിയലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്തിൽ ഇത്രയും ലെങ്ത്ത് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഹാൻഡ് കട്ട് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ 1 മീറ്റർ തുണിയിൽ എനിക്ക് കിട്ടുന്നത്, ബാക്കി പീസിൽ എനിക്ക് കിട്ടുന്നത് 7 ഇഞ്ചിലാണ്. ഒരു ഏകദേശം അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക്
ഹാൻഡ് കിട്ടും. ഹാൻഡിൽ വല്ലാതെ ഇറക്കം വേണ്ടാന്ന് വെക്കുന്നവർക്കൊക്കെ 1 മീറ്റർ മതിയായിരിക്കും. ഹാൻഡിന് കുറച്ചും കൂടി ഇറക്കം വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഇത് എടുക്കേണ്ടി വരും. ഒരു 1.5 ഇഞ്ചൊക്കെ തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസൈനിൽ ബ്ലൗസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിംഗ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.